യാൻ്റെ ഭാര്യമാരെയെല്ലാം ഡിവോഴ്സ് ചെയ്ത ശേഷം അടുത്തതായി സിമാജിയാവോ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ ആ ഭാര്യമാർക്കും ജോലിക്കാർക്കുമൊക്കെ വീതിച്ച് നൽകുകയാണ്. ജോലിക്കാർക്ക് ആവശ്യമുള്ളത്ര അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളാൻ അവൻ പെർമിഷൻ നൽകുന്നു. ജോലിക്കാരെ എല്ലാം പിരിച്ചുവിടുകയും ചെയ്യുന്നു. തിങ്ങാനാണ് ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ സമയത്തും സിമാജിയാവോയുടെ ട്രൂ സ്പെല്ല് കാരണം അവൾക്ക് ചെറുതായി പണി കിട്ടുന്നുണ്ട്. ഒരു ജോലിക്കാരൻ വന്ന് അവളെ പുകഴ്ത്തി എന്തോ പറയുന്നുണ്ടെങ്കിലും അയാളുടെ രീതി അവൾക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. ട്രൂത്ത് സ്പെല്ല് കാരണം അവളത് തുറന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അയാളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ബാക്കി വന്നവരോടൊക്കെ അവൾ വാ തുറക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുറേ പേരുടെ വയലിൽ നിന്ന് തെറി കേട്ടതല്ലേ, ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് കരുതി തിങ്ങാൻ ചെവിയിൽ കുറച്ച് പഞ്ഞിയൊക്കെ തിരികെ കയറ്റി സിമാജിയാവോയുടെ അടുത്തേക്ക് എത്തുന്നു. ഇനി അവൻ എന്ത് പറഞ്ഞാലും തനിക്കൊരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ അവൾ അവൻ്റെ മുന്നിൽ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിലേക്ക് അവൾ മറിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. പുറകിൽ കുളമുണ്ടെന്ന് അതിന് മുമ്പ് അവൻ പറഞ്ഞെങ്കിലും ചെവിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാരണം അവളത് കേട്ടിരുന്നില്ല. അവൾ കുളത്തിലേക്ക് വീഴാതെ സിമാജിയാവോ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അപ്പോഴും അവൾ പരാതിപ്പെട്ടപ്പോൾ അവൻ പിടിവിടുന്നുണ്ടെങ്കിലും അവൾ വേഗം അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് പഞ്ഞൊക്കെ എടുത്ത് കളയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തരാതിരുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ നീ കേൾക്കാതിരുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും തന്നെ വലിച്ച് മുകളിലേക്കാക്കാൻ അവൾ പറയുന്നു. അങ്ങനെ അവനൊരു വലി കൊടുത്തപ്പോൾ അവൾ നേരെ ചെന്ന് അവൻ്റെ നെഞ്ചിലിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും കാലം അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവൾക്കൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് എന്തോ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവൾ പെട്ടെന്ന് പിന്നിലേക്ക് മാറുന്നു. പക്ഷേ സിമാജിയാവോയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ഇനി അവിടുത്തെ കാര്യസ്ഥൻ്റെ അടുത്ത് കുറച്ച് പരിപാടികൾ നടത്താനുണ്ടെന്ന് പറഞ്ഞ് അവൻ കാര്യസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇങ്ങനെ അവൻ പെട്ടെന്ന് ഭാര്യമാരെയെല്ലാം ഡിവോഴ്സ് ചെയ്തതും സ്വത്തെല്ലാം വീതിച്ചു കൊടുത്തതുമൊക്കെ അയാളിൽ സംശയമുണ്ടാക്കിയിരുന്നു. അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ബാങ്കിലുള്ള പണം മുഴുവൻ എടുത്തുകൊണ്ട് വരാൻ അവൻ ആവശ്യപ്പെടുന്നത്. അതും കൂടി ആയപ്പോൾ അയാളുടെ സംശയം ഒന്നുകൂടി കൂടുന്നു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനെ വിവരം അറിയിക്കണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അതിനായി അയാൾ പോവുകയും ചെയ്യുന്നുണ്ട്. ജോലിക്കാരെല്ലാം കയ്യിൽ കിട്ടിയതൊക്കെ വാരിപ്പെറുക്കി അവിടെ വിട്ട് പോകാനുള്ള ധൃതിയിലാണ്. അക്കൂട്ടത്തിലാണ് ഒരു ജോലിക്കാരൻ അവിടെയുള്ള കുറച്ച് മാജിക് സാധനങ്ങൾ തിങ്ങാൻ കാണിച്ചു കൊടുത്തത്. അതിൽ ഒരു കണ്ണാടിയുമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും സ്പെല്ല് പ്രയോഗിക്കുകയാണെങ്കിൽ ആ പ്രയോഗിച്ച ആളിൻ്റെ നേർക്ക് ഈ കണ്ണട പ്രയോഗിച്ചാൽ ആ സ്പെല്ല് തിരിച്ച് വർക്കാവും എന്ന് ആ ജോലിക്കാരൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും തിങ്ങാൻ അതെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അന്ന് രാത്രി ഈ ട്രൂത്ത് സ്പെല്ല് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ സിമാജിയാവോയുമായി വീണ്ടും സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴും അവൻ നേരത്തെ അവൾ കള്ളം പറഞ്ഞതിനെ പറ്റി പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്, എനിക്ക് ഒട്ടും പ്രൈവസി ഇല്ല, എൻ്റെ ചിന്തകളിലേക്ക് പോലും നീ കടന്നു കയറുകയാണ്, ഇത് വളരെ മോശമാണ് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവനും അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് ആരും കള്ളം പറയുന്നതും വെറുതെ എന്നെ പുകഴ്ത്തുന്നതൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് എല്ലാവരെയും മനസ്സറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ചുറ്റും കള്ളം മാത്രം പറയുന്നവരുടെ ഒരു ലോകത്തായിരുന്നല്ലോ അവൻ ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ എൻ്റെ കാര്യമോ, ഞാൻ ഈ ലോകത്തെത്തിയിട്ട് ഇവിടെയുള്ള എല്ലാം എനിക്ക് വളരെ അപരിചിതമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെ അറിയാൻ ശ്രമിക്കാതെ മറ്റൊരു രീതിയിൽ അതിന് ട്രൈ ചെയ്തുകൂടെ, എൻ്റെ ചിന്തകളെങ്കിലും എനിക്ക് വേണ്ടി വിട്ടു തന്നൂടെ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവളീ പറയുന്നതൊക്കെ ശരിക്കും അവളുടെ മനസ്സിലുള്ളത് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് മൂഡ് ഓഫ് ആവുന്നു. അവൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് പറയാൻ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവനത് പറയാൻ തയ്യാറാവുന്നില്ല. അവൻ്റെ മനസ്സിലെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അവൾ നേരത്തെ കണ്ട ആ മാജിക് കണ്ണാടി അവൻ്റെ നേരെ പ്രയോഗിക്കുന്നു. അവനിപ്പോൾ അവളുടെ നേർക്ക് ട്രൂ സ്പെല്ല് പ്രയോഗിച്ചിരിക്കുന്നതിനാൽ ആ കണ്ണാടിയുടെ സഹായത്തോടെ അതേ സ്പെല്ല് തിരിച്ച് അവൻ്റെ നേർക്ക് പ്രയോഗിക്കാൻ അവൾക്ക് സാധിക്കുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ചെറുതായിട്ട് പോലും നിനക്ക് ഒരു അപകടവും സംഭവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്നവൻ പറയുന്നു. അവൻ്റെ മറുപടി കേട്ട് തിങ്ങാനാകെ ഷോക്കായിരിക്കുകയാണ്. ട്രൂത്ത് സ്പെല്ല് തനിക്കെതിരെ വർക്കായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായതോടെ സിമാജിയാവോ പെട്ടെന്ന് ആ കണ്ണാടി നശിപ്പിക്കുന്നു. മാത്രമല്ല അവളെ നീർനായയുടെ രൂപത്തിലേക്ക് ആക്കുകയും ചെയ്യുന്നു. ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും വിദ്യ എനിക്ക് നിനക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ നീ ഇനി ജീവിതകാലം മുഴുവൻ ഈ രൂപത്തിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്ന് അവൾക്കൊരു വാണിംഗ് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം മുഴുവൻ തിങ്ങാൻ്റെ ചിന്ത തലേ ദിവസം സിമാജിയാവോ പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ തന്നോട് പറഞ്ഞത്? ഇനി അവന് തന്നോട് റൊമാൻസ് വല്ലതും ആയിരിക്കുമോ? അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ലല്ലോ. പക്ഷെ അവൻ്റെ കണ്ണുകൾ കണ്ടിട്ട് വളരെ ആത്മാർത്ഥത ഉള്ളതുപോലെയാണല്ലോ ഫീൽ ചെയ്തത് എന്നൊക്കെ ചിന്തിച്ച് അവൾ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ടെൻഷൻ തീർക്കാനായി അവൾ കുറച്ച് വൈൻ കഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ നീർനായയുടെ രൂപത്തിലായതിനാൽ ഒരു കപ്പ് കുടിച്ചപ്പോൾ തന്നെ അവൾ നല്ല ഫോമിലാവുന്നു. ഈ സമയത്താണ് സിമാജിയാവോ അങ്ങോട്ടേക്ക് വന്നത്. അവളുടെ പരുവം കണ്ട് അവൻ അവളെ മനുഷ്യരൂപത്തിലാക്കുന്നു. അപ്പോഴും അവളുടെ കെട്ടുവിട്ടിട്ടില്ല. അവൾ ഇരിക്കുന്നിടത്ത് കുറേ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യാൻ്റെ ഭാര്യമാരെയെല്ലാം സ്വതന്ത്രരാക്കിയതിൻ്റെ സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവളിങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഒരുമിച്ചിരുന്ന് കഴിക്കാൻ അവൾ അവനെ കൂട്ടി ക്ഷണിക്കുന്നുണ്ട്. അവൻ മറുപടിയൊന്നും പറയാതെ നിന്നപ്പോൾ അവൾ പെട്ടെന്ന് അവൻ്റെ ദേഹത്തേക്ക് ചാടി കയറുന്നു. നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ച് അവൻ അവളെ മേശയുടെ അടുത്തേക്ക് കൊണ്ട് ഇരുത്താൻ തുടങ്ങുന്നുണ്ട്. ഞാൻ നീർനായയുടെ രൂപത്തിലായിരിക്കുമ്പോൾ മാസ്റ്റർ ഇങ്ങനെയല്ലേ എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത്, പിന്നെ ഇപ്പോൾ എന്താണ് നാണം വരുന്നുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. എനിക്ക് നാണമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ പുറകിലേക്ക് മാറിയിട്ട് അവളുടെ ട്രൂത്ത് സ്പെല്ല് മാറ്റുന്നുണ്ട്. ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ചതുകൊണ്ട് അവൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവൻ അറിയാം. മാത്രമല്ല അത് മാറ്റണമെന്നായിരുന്നല്ലോ തലേന്ന് രാത്രി അവൾ പറഞ്ഞത്.
അത് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ തിങ്ങിയാന് സന്തോഷമാവുന്നു. അവൾ അവനെ ഹേർട്ട് സിമ്പിൾ കാണിക്കുകയും അവനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ അവൾ പറഞ്ഞ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ അവൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിന്റെ സെറ്റിൽ നീ മാത്രമാണോ ഇങ്ങനെ പുതിയ വാക്കുകളൊക്കെ ഉണ്ടാക്കി സംസാരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾ പറഞ്ഞ ഡിയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നും അവൻ ചോദിക്കുന്നു. വളരെ പ്രിയപ്പെട്ടവരെ മാത്രമാണ് അങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ തിങ്ങാൻ പറഞ്ഞെങ്കിലും അവനത്ര വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് സത്യമാണോ എന്നറിയാൻ അവൻ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും തലേന്ന് രാത്രി ഇങ്ങനെ ട്രൂത്ത് സ്പെല്ലിലൂടെ അല്ലാതെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് അവൾ ചോദിച്ചത് ഓർമ്മ വരുന്നതിനാൽ തൽക്കാലം അവൻ സ്പെല്ല് പ്രയോഗിക്കുന്നില്ല. അല്ലാതെ തന്നെ അവളെ വിശ്വസിക്കാൻ അവൻ ശ്രമിക്കുന്നു. വൈൻ്റെ എഫക്റ്റ് മാറുന്നതിന് വേണ്ടി അവൻ കപ്പിലേക്ക് എന്തോ ഒഴിച്ചിട്ട് അവളോടത് കുടിക്കാനായി പറയുന്നു. പക്ഷേ എനിക്കിത് കുടിക്കാൻ വയ്യ, എന്നെ കുടിപ്പിച്ചു തരാൻ പറഞ്ഞ് അവൾ വായും തുറന്ന് കൊച്ചുകുട്ടികളെ പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവനത് അവൾക്കടുത്ത് കൊടുക്കുന്നു. ഒരു കവൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ നോർമൽ ആവുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് പരിസരബോധം വരുന്നത്. അവൾ ചമ്മുന്നത് കണ്ടപ്പോൾ അവന് ചിരിയടക്കാൻ സാധിക്കുന്നില്ല. അവൻ അത്യാവശ്യം നന്നായി ചിരിക്കുന്നുണ്ട്. അവനെ അങ്ങനെ ചിരിച്ചവൾ ആദ്യമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്ര കാര്യമായി ചിരിക്കുന്നത് എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവന് ചമ്മൽ ഫീൽ ചെയ്യുന്നു. അതിന് ആരാണ് ചിരിച്ചതെന്ന് ചോദിച്ച് അവൻ മസിൽ പിടിച്ച് അവിടെ നിന്ന് പോകുന്നു. തൻ്റെ വെറും തോന്നലായിരിക്കും എന്ന് കരുതി അവൾ സമാധാനിക്കുന്നുണ്ട്. അവൻ ആരെയോ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആരാണെന്നറിയാൻ അവൾ പിന്നാലെ ചെല്ലുന്നു. യാനിനെ കൊല്ലാനായിരുന്നു സിമാജിയാവോ പോയത്. ഇതുവരെ അവൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. അവനെ കൊന്നു കഴിയുമ്പോൾ എന്തായാലും ആ വിവരം അറിഞ്ഞവർ പയ്യൻ തിരികെ എത്തും. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ പിന്നാലെ വന്നാൽ തിങ്ങാൻ ഓടി വന്ന് അവനെ തടഞ്ഞിട്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴി നമുക്ക് പ്രയോഗിച്ചുകൂടെ എന്ന് ചോദിച്ച് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. മരണം യാനിനൊരു മോചനമാണ് എന്ന് സിമാജിയാവോ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ അല്ലാതെ അവൻ്റെ മനസ്സിന് ശാന്തി നൽകാൻ മറ്റെന്തെങ്കിലും വഴി ആലോചിച്ച് നോക്കാമെന്ന് പറഞ്ഞ് തിങ്ങാൻ തന്നെ അതിനൊരു പരിഹാരം കാണുന്നു. ഷിങ്ങറെ ആത്മാർത്ഥമായിട്ടാണല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടമൊക്കെ വിട്ട് അവൾക്കൊപ്പം ഓടിപ്പോയി എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാനുള്ള സൗകര്യം അവന് ചെയ്തു കൊടുത്താൽ അവന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമല്ലോ എന്ന് അവൾ നിർദ്ദേശിക്കുന്നുണ്ട്. അവളുടെ ആഗ്രഹമല്ലേ, എന്തായാലും ആ മാർഗം ട്രൈ ചെയ്ത് നോക്കാൻ അവൻ സമ്മതിക്കുന്നു. അങ്ങനെ ഷിങ്ങറെ കാണാനായി അവൾ അപ്പോൾ തന്നെ പോകുന്നുണ്ട്. ഇതിനിടയിൽ ഞാനിങ്ങനെ ഭാര്യമാരെയെല്ലാം ഡിവോഴ്സ് ചെയ്തതും സ്വത്തുക്കളെല്ലാം അവർക്ക് വീതിച്ചു കൊടുത്തതുമൊക്കെ ആളുകൾക്കിടയിലൂടെ സ്പ്രെഡ് ചെയ്ത് ഞാൻ്റെ അച്ഛനായ മാസ്റ്റർ ഞാൻ്റെ അടുത്ത് എത്തുന്നു. അങ്ങനെ അധികം വൈകാതെ അദ്ദേഹം വീട്ടിലേക്ക് തിരികെ എത്തുന്നുണ്ട്. സിമാജിയാവോ ആണ് ഞാനെന്ന രീതിയിൽ അയാളെ റിസീവ് ചെയ്തത്. അവനെ കണ്ടപ്പോൾ തന്നെ നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയത്, നമ്മുടെ വീട് നശിപ്പിക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം അവനെ കുറേ വഴക്ക് പറയുന്നു. ആദ്യം ഞാനാണെന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് സിമാജിയാവോ സ്വന്തം രൂപം പുറത്തെടുത്തിട്ട് അയാളുടെ നേർക്ക് ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ച് അവൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. ഞാൻ്റെ ശരീരത്തിലുള്ള ആ അടയാളത്തെ പറ്റിയായിരുന്നു അവൻ ആദ്യം ചോദിച്ചത്. അവൻ സംശയിച്ചതുപോലെ തന്നെ ഈ ഞാൻ വംശക്കാർക്ക് സിമ വംശക്കാരുമായി ബ്ലഡ് കണക്ഷനുണ്ട്. ഇവിടെ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാവാറില്ലെങ്കിലും ചില കുട്ടികൾക്കൊക്കെ ഈ ഫ്ലെയിം അടയാളം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അടയാളമുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ആരോ അവിടെ വന്ന് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകും. അടുത്തുള്ള ബായ്ഫങ് മൗണ്ടനിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. ബ്ലഡ് വളരെ നല്ലതാണെങ്കിൽ ആ കുട്ടികൾ അവിടെ തന്നെ തുടരേണ്ടി വരും. ബ്ലഡിന് ശക്തി കുറവുള്ളവരാണെങ്കിൽ അവരെ തിരികെ അയക്കും. ഞാൻ്റെ ബ്ലഡിന് ശക്തി കുറവായതുകൊണ്ടാണ് അവനെ തിരികെ അയച്ചത്. അങ്ങനെ തിരികെ വരുന്നവർ ഇങ്ങനെ കുടുംബജീവിതം നയിച്ച് വീണ്ടും കുട്ടികൾ ഉണ്ടായി അവരെ തിരികെ ആ ബായ്ഫങ് മൗണ്ടനിലേക്ക് നൽകണം. അതാണ് കുറേ കാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളെയൊക്കെ വെച്ച് ബായ്ഫങ് മൗണ്ടനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് അറിയാമായിരുന്നില്ല. ഏതെങ്കിലും ദൂതന്മാരാണ് വന്ന് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നത്, അല്ലാതെ അകത്തേക്ക് പ്രവേശനമില്ല എന്ന് അയാൾ അറിയിക്കുന്നു. അവരെ ഇങ്ങോട്ടേക്ക് വരുത്താൻ എന്താണ് മാർഗമെന്ന് സിമാജിയാവോ ചോദിക്കുന്നുണ്ട്. അവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗവുമില്ല. എല്ലാ മാസവും അവർ ഇവിടേക്ക് വന്ന് പുതിയതായി ആരെങ്കിലും പ്രഗ്നൻ്റ് ആണോ, പുതിയ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കണക്കെടുക്കാറുണ്ട്. അങ്ങനെ ഈ മാസവും എത്തും. അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് മാസ്റ്റർ ഞാൻ അറിയിക്കുന്നു. പുതിയതായി ഒരു കുട്ടി ഉണ്ടായ വിവരം അവരറിഞ്ഞാൽ കുട്ടിയെ കൊണ്ടുപോകാനായി അവർ ഉടനെ എത്തും. അവരുടെ കൂടെ ഞാനും മൗണ്ടൻ്റെ അടുത്ത് വരെ പോവാറുണ്ട് എന്നൊക്കെ മാസ്റ്റർ പറഞ്ഞപ്പോൾ അതിന് ഉടനെ തന്നെ വഴി ഉണ്ടാക്കാമെന്ന് സിമാജിയാവോ പറയുന്നു. ഷിങ്ങറിൻ്റെ കുട്ടിയെ ഇതിനു വേണ്ടി ഉപയോഗിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. നെഞ്ചും റൂളിങ്ങും കൂടി അതുവഴി നടക്കുന്ന സമയത്താണ് സിമാജിയാവോ അവരുടെ അടുത്തേക്ക് വന്നത്. സിമാജിയോടൊപ്പം തിങ്ങാനുമുണ്ട്. ഈ മാസ്റ്റർ ഞാനെ ആ വീട്ടിൽ തന്നെ തടവിലാക്കിയ ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യണമെന്ന് സിമാജിയാവോ നിഞ്ചുവിനോട് പറയുന്നു. പക്ഷേ മുമ്പ് റൂളിങ് അവന് പഠിപ്പിച്ചു കൊടുത്ത പാഠം ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ പറ്റില്ലെന്ന് പറയണം എന്നൊക്കെയാണല്ലോ. നിഞ്ചു സത്യത്തിൽ ഒരു മണ്ടനാണ്. എവിടെ എങ്ങനെ എന്ത് കാര്യം ഉപയോഗിക്കണമെന്ന് അവന് യാതൊരു ഐഡിയയുമില്ല. അതുകൊണ്ട് റൂളിങ് പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇവിടെ പ്രയോഗിക്കാമെന്ന് കരുതി അവൻ ആദ്യം സിമാജിയാവോ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. കൂടെ ഉണ്ടായിരുന്ന റൂളിംഗ് പോലും അവൻ്റെ മറുപടി കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ മണ്ടനാണല്ലോ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് ഓർത്ത് അവൾ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ശരിയാവില്ല, നീ ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ലേ എന്ന് സിമാജിയാവോ ചോദിച്ചപ്പോൾ അവൾ രണ്ടാമതായി പഠിപ്പിച്ചു കൊടുത്തതുപോലെ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് നെഞ്ചു വീണ്ടും ഒഴിഞ്ഞു മാറുന്നു. സിമാജിയാവോയ്ക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരിക്കുന്നു. സമയം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതോടെ മൂന്നാമതായി റൂളിംഗ് പഠിപ്പിച്ചു കൊടുത്ത നോ തന്നെ
നിഞ്ചു പറയുന്നുണ്ട്. കേട്ടിരിപ്പുണ്ടായിരുന്ന തിങ്ങാൻ ആകെ ഷോക്കായി. നിനക്ക് ജീവിതം അടുത്തോ എന്നൊക്കെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നിഞ്ചുവിന് മനസ്സിലാവുന്നില്ലല്ലോ. റൂളിംഗ് ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് തോന്നിയതിനാൽ നീ എന്ത് വിഷമാണ് അവന് കൊടുത്തതെന്ന് സിമാജിയാവ് റൂളിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അവന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതേ ഉള്ളൂ എന്ന് റൂളിംഗ് പറഞ്ഞപ്പോൾ നിഞ്ചു അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇത് റൂളിങ്ങിന്റെ കുഴപ്പമല്ല, എൻ്റെ നിർബന്ധം കാരണമാണ് ആളുകളുമായി എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ അവൾ എന്നെ പഠിപ്പിച്ചു തന്നത്. ആരെന്ത് പറഞ്ഞാലും അതേപോലെ അനുസരിക്കുന്ന ഒരു പെറ്റായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൾ ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ചതെന്നൊക്കെ നിഞ്ചു പറയുന്നു. അവൻ്റെ മറുപടി കേട്ടപ്പോൾ സിമാജിയായിക്ക് അറിയാതെ ചിരി വന്നു പോകുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ തിങ്ങാൻ ഇടപെടുന്നോ? നിഞ്ചുവിനെ വെറുതെ ഇനിയും വിഷമിപ്പിക്കേണ്ട, എന്നെ മനുഷ്യരൂപത്തിലേക്കാക്കാൻ അവൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനാൽ സിമാജിയാവ് അവളെ മനുഷ്യരൂപത്തിലേക്കാക്കുന്നു. ഇപ്പോഴാണ് ആ നീർനായ തിങ്ങാനായിരുന്നുവെന്ന് മണ്ടൻ നിഞ്ചുവിന് മനസ്സിലാവുന്നത്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഞാൻ മാസ്റ്റർ യാൻ്റെ ഒപ്പം ബൈഫൺ മൗണ്ടനിലേക്ക് പോകും. ആ സമയത്ത് ഈ വീടും അതേപോലെ പാലസ് ഹെഡുകളെയും ഒക്കെ വാച്ച് ചെയ്ത് ഇവിടെ അസ്വാഭാവികമായി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് സിമാജിയാവോ നിഞ്ചുവിന് ഓർഡർ നൽകുന്നു. ഈ അവസരം മുതലെടുത്ത് സിമാജിയാവോയുടെ വിശ്വാസം പിടിച്ചു പറ്റിയാൽ ഭാവിയിൽ അവനെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അവനെ കൊല്ലാനാണെങ്കിലും അഥവാ മറ്റെന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും ഇത് സഹായിച്ചേക്കും എന്നൊക്കെ ചിന്തിച്ച് നിഞ്ചുവിനൊപ്പം താനും കൂടി നിൽക്കാൻ തയ്യാറാണെന്ന് റൂളിംഗ് അറിയിക്കുന്നുണ്ട്. സിമാജിയാവോ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സിമാജിയാവോ തിങ്ങാനെയും കൂട്ടി യാൻ്റെ അടുത്തെത്തി അയാളോട് സംസാരിക്കുന്നുണ്ട്. ഷിങ്ങർക്കും കുഞ്ഞിനുമൊപ്പം നല്ലൊരു ജീവിതം ഓഫർ ചെയ്യുന്ന രീതിയിലാണ് തിങ്ങാൻ അയാളോട് സംസാരിച്ചത്. പക്ഷേ അയാൾക്ക് അതിന് താല്പര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, അവർക്കൊപ്പം ജീവിച്ചാൽ അവർ കൂടി അപകടത്തിലാവും. ഈ ബ്ലഡ് എൻ്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം എന്നെ ദുരന്തങ്ങൾ തേടിയെത്തും. അവരെ കൂടി അതിലേക്ക് വലിച്ചു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറയുന്നു. അയാൾ പറയുന്നത് സത്യം തന്നെയാണെന്ന് സിമാജിയാവോയും പറയുന്നുണ്ട്. അവനിന്നെ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നുന്നതിനാൽ ഷിങ്ങറെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ് തിങ്ങാൻ അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നു. അതിനുശേഷം വീണ്ടും യാനുമായി സംസാരിക്കുന്നു. അവൻ ഇതുവരെ മകളെ കണ്ടിട്ടില്ലല്ലോ. മകളെ കണ്ടാൽ അവൻ്റെ ഈ ചിന്തയൊക്കെ ശരിയാകുമെന്ന് കരുതി മകളുടെ കാര്യം പറഞ്ഞ് അവൾ സംസാരിച്ചപ്പോൾ യാന് കുറച്ച് താല്പര്യം ഉണ്ടാവുന്നുണ്ട്. സിമാജിയാവോ ഷിങ്ങർക്കും യാനും കൂടി താമസിക്കുന്നതിന് വേണ്ടി ഒരു വീട് റെഡിയാക്കിയിരുന്നു. ആ വീട്ടിലേക്ക് ഷിങ്ങറെ അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവർ അവിടെ നിൽക്കുന്ന സമയത്താണ് തിങ്ങാൻ യാനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാൻ കുഞ്ഞിനെ കയ്യിലെടുക്കുകയും ഓമനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്രയുമായപ്പോൾ തിങ്ങാൻ സിമാജിയാവയും കൊണ്ട് കുറച്ച് പുറത്തേക്ക് നീങ്ങി നിൽക്കുന്നു. ആ ഫാമിലി അങ്ങനെ ഒരുമിച്ചതിൻ്റെ സന്തോഷമൊക്കെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തിങ്ങാൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. നീ എന്തിനാണ് കരയുന്നതെന്ന് സിമാജിയാവോ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു റീയൂണിയൻ കണ്ടിട്ട് കരയാതിരിക്കുന്നത് വളരെ മോശമാണ് എന്ന് തിങ്ങാൻ പറയുന്നുണ്ട്. ഷിങ്ങർ നല്ല സന്തോഷത്തിലാണ്. ആ കുഞ്ഞിനോടും അവനോടുമൊപ്പം ആ സമാധാനത്തോടെ കഴിയാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ. കുഞ്ഞിനെ യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അവൾ എന്തോ എടുക്കാനായി പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ കുഞ്ഞിനെ വാത്സല്യത്തോടെ ഓമനിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിലെ ആ അടയാളം അവൻ കാണാനിടയാവുന്നു. അതോടെ അവൻ്റെ മനസ്സിൽ ഒരു ട്രോമ പോലെ മുമ്പ് അനുഭവിച്ച പീഡനങ്ങളുടെ ഓർമ്മകൾ വന്ന് നിറയുന്നുണ്ട്. ശരീരത്തിലേക്ക് അടയാളമുള്ളതുകൊണ്ട് തന്നെ ആ കുഞ്ഞും അതേ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് അവന് മനസ്സിലാവുന്നു. ആർക്കും കണ്ടെത്താൻ കഴിയാത്തൊരു സ്ഥലത്തേക്ക് പോയാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് മോചിതരാവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെയും കൊണ്ട് മരിക്കാൻ തയ്യാറെടുക്കുന്നു. അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് ജീവിക്കുമെന്ന പ്രതീക്ഷയിൽ തിങ്ങാൻ സിമാജിയാവോയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അകത്ത് നിന്ന് ബഹളം കേട്ടത്. അങ്ങനെ അവർ തിരികെ ഓടി അകത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഞാൻ അവിടെ ഒക്കെ തീയിട്ടിട്ട് ഒരു കത്തിയും പിടിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊല്ലും താനും മരിക്കും എന്ന് പറഞ്ഞ് ഭീഷണി മുഴുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഷിങ്ങർ എത്ര പറഞ്ഞിട്ടും അവൻ പിന്മാറാൻ തയ്യാറാവുന്നില്ല. സിമാജിയാവോയ്ക്ക് ഈ സീൻ കണ്ടപ്പോൾ ഓർമ്മ വന്നത് അവൻ്റെ കുഞ്ഞുനാളിൽ അവൻ്റെ അമ്മ അവനെ കൊല്ലാൻ തയ്യാറെടുത്തതാണ്. കുഞ്ഞായിരുന്നെങ്കിലും അവനതൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അമ്മ അത് ചെയ്യാൻ അന്ന് തയ്യാറായതെന്ന് അവൻ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവനെ രക്ഷപ്പെടുത്താൻ തിങ്ങാനും ഷിങ്ങറും കൂടി പറയുന്നുണ്ടെങ്കിലും അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് സിമാജിയാവോ മടിച്ചു നിൽക്കുകയാണ്. കാരണം ഇതേ അനുഭവം അവന് മുമ്പ് ഉണ്ടായതാണല്ലോ. രക്ഷിച്ചിട്ടൊരു കാര്യവുമില്ലെന്ന് അവനറിയാം. കത്തി ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ എന്തോ മുറിവുണ്ടാക്കിയ ശേഷം അവസാനം ഞാൻ കുഞ്ഞിനെ അവർക്ക് തിരികെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. സിമാജിയാവോ തൻ്റെ ശക്തി ഉപയോഗിച്ച് സേഫായി കുഞ്ഞിനെ തിരികെ പിടിച്ച് ഷിങ്ങറുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കത്തി ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അടയാളം ചുരണ്ടി ഇല്ലാതാക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. കുഞ്ഞിൻ്റെ ബ്ലഡ് മാറ്റാൻ അവന് കഴിയില്ലല്ലോ എന്ന് സിമാജിയാവോ ചിന്തിക്കുന്നുണ്ട്. കുഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും ഞാൻ അവിടെ കിടന്ന് മരിക്കുകയാണ്. അവൻ ആഗ്രഹിച്ചതും അതുതന്നെ ആയിരുന്നു. അങ്ങനെ കുറേ കാലത്തെ അവൻ്റെ പീഡനങ്ങൾക്ക് ഒരവസാനമായിരിക്കുന്നു.